Next module is Module 3. Module 3 deals with Electric Propulsion Unit. This is the syllabus of Module 3. It includes Introduction to Electric Components used in hybrid and electric vehicles and configuration and control of DC as well as induction motor drives. First topic is Electric Components used in electric and hybrid vehicles. So electric propulsion system is the heart of electric vehicle as well as hybrid electric vehicle, and they consist of electric motors, power converters and electronic controllers. So electric motors convert electrical energy into mechanical energy to propel the vehicle, and during regenerative braking, electric motor acts as a generator to generate electricity, and this electricity is stored in an energy storage device. Second device is power converter. Power converter is used to supply the electric motor with proper voltage and current. So different power converters can be used depending upon the motor used. And the third one is electronic controller. Electronic controller എന്താ ചെയ്യുന്നത് വെച്ചാൽ പവർ കൺവേർട്ടറിലുള്ള സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇലക്ട്രോണിക് കൺട്രോളറാണ് based on the requirement. Electronic controller consists of sensor, interface circuitry and processor. Sensor convert the measurable quantities like current, voltage, temperature, etc. into electric signal. So ഈ സിഗ്നൽ കണ്ടീഷൻ ചെയ്തിട്ടാണ് പ്രോസസ്സറിൽ കൊടുക്കുന്നത്. സോ ഈ പ്രോസസ്സർ ഔട്ട്പുട്ട് ആംപ്ലിഫൈഡ് ആയിരിക്കും. അപ്പം ഈ ആംപ്ലിഫൈ ചെയ്ത പ്രോസസ്സറിൽ നിന്നുള്ള ഔട്ട്പുട്ട് സിഗ്നൽസ് ആയിരിക്കും പവർ കൺവേർട്ടറിലെ പവർ ഇലക്ട്രോണിക് ഡിവൈസസിനെ, സെമി കണ്ടക്ടർ ഡിവൈസസിനെ ഡ്രൈവ് ചെയ്യുന്നത് ഈ ആംപ്ലിഫൈഡ് സിഗ്നൽ ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം. അപ്പം ഇലക്ട്രിക് കൺട്രോളർ is connected to power converter, then electric motor, and the electric motor is connected to a transmission system. പവർ കൺവേർട്ടറിൽ സപ്ലൈ ചെയ്യുന്നത് എനർജി സ്റ്റോറേജ് ആണ്. സോ ഈച്ച് ഓഫ് ദീസ് ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ആൻ ഇലക്ട്രോണിക് കൺട്രോളർ. ഇലക്ട്രോണിക് കൺട്രോളറിൽ സോഫ്റ്റ്വെയർസ്, ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം, ഹാർഡ്വെയറും ഡിഫറെൻറ്റ് ടൈപ്സ് യൂസ് ചെയ്യാം. ആൻഡ് അതുകൂടാതെ പവർ കൺവേർട്ടറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് യൂസ് ചെയ്യാം, IGBT, MOSFET, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് സ്വിച്ചസ് യൂസ് ചെയ്യാം. അതുകൂടാതെ ടോപ്പോളജീസും ഏത് മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ഡിഫറെൻറ്റ് ടോപ്പോളജീസും യൂസ് ചെയ്യാം. പിന്നെ ഇലക്ട്രിക് മോട്ടർ CAD സിസ്റ്റം യൂസ് ചെയ്യുന്നത് അതായത് അതിൻ്റെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയാണ് CAD സിസ്റ്റം. ഇപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇലക്ട്രിക് മോട്ടേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് യൂസ് ചെയ്യാം, DC ആസ് വെൽ ആസ് AC. ACയിൽ തന്നെ ഇൻഡക്ഷൻ മോട്ടർ, സ്പെഷ്യൽ ഇലക്ട്രൻസ് മോട്ടർ, പെർമനൻറ്റ് മാഗ്നറ്റ്, ബ്രഷ്ലെസ് മോട്ടർ, പെർമനൻറ്റ് മാഗ്നറ്റ്, ഹിസ്റ്റെറിസിസ് മോട്ടർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടേഴ്സ് യൂസ് ചെയ്യാം. ഇതാണ് ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം. Next one, the choice of electric propulsion system for vehicles depend on number of factors including driver expectation, vehicle constraints and energy source. Driver expectation എന്ന് പറയുമ്പം ആക്സിലറേഷൻ, മാക്സിമം സ്പീഡ്, ദെൻ റേഞ്ച്, ക്ലൈംബിംഗ് കേപ്പബിലിറ്റി ഒക്കെ ഡ്രൈവർ എക്സ്പെക്റ്റേഷൻസ് ആണ്. ദെൻ വെഹിക്കിൾ കൺസ്ട്രെയിൻസിൽ വരുന്നതാണ് വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ, ദെൻ വോളിയം, പേ ലോഡ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ വെഹിക്കിൾ, അതൊക്കെ വെഹിക്കിൾ കൺസ്ട്രെയിൻസിൽ വരും. ദെൻ എനർജി സോഴ്സ്, ഡിഫറെൻറ്റ് എനർജി സോഴ്സസ് യൂസ് ചെയ്യാം, ബാറ്ററി, ഫ്യൂവൽ സെൽ, ദെൻ അൾട്രാ കപ്പാസിറ്റർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് യൂസ് ചെയ്യാം. അപ്പം അതൊക്കെ അനുസരിച്ചിട്ടാണ് ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം ഏത് വേണമെന്ന് ചൂസ് ചെയ്യുന്നത്. The motor drives can be generally classified into two, commutator and commutatorless. Commutator മോട്ടേഴ്സിൽ വരുന്നതാണ് DC motors. അപ്പോൾ DC motors are of two types, self excited and separately excited. And commutatorlessൽ വരുന്നതാണ് induction motor, synchronous motor, permanent magnet brushless motor, switched reluctance motor. So there are two major power electronic units, DC to DC converter and DC to AC inverter. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, അതായത് ഫ്യൂവൽ ടാങ്ക്, ദെൻ എൻജിൻ. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ എൻജിനിലോട്ട് സപ്ലൈ ചെയ്യുന്നു. ദെൻ എൻജിൻ യൂസ് ചെയ്ത് നമുക്ക് ജനറേറ്ററിനെ ഡ്രൈവ് ചെയ്യാം. ജനറേറ്റർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ ഇലക്ട്രിസിറ്റി നമുക്ക് DC ആക്കിയാൽ മാത്രമേ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ AC to DC കൺവേർട്ടർ യൂസ് ചെയ്യുന്നു. ദെൻ ബാറ്ററിയുടെ കപ്പാസിറ്റിയിലോട്ട്
വോൾട്ടേജിനെ ചേഞ്ച് ചെയ്യുന്നു. അതിനുവേണ്ടി ഡി സി ടു ഡി സി കൺവേർട്ടർ വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തു. അപ്പോൾ ആ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് വീണ്ടും നമുക്ക് എ സി ആക്കി നമുക്ക് ഗ്രിഡിലോട്ട് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതുകൂടാതെ ഇപ്പം മോട്ടർ ഇപ്പോൾ 3 ഫേസ് മോട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഡി സിനെ വീണ്ടും 3 ഫേസ് എ സി ആക്കിയിട്ട് മോട്ടറിൽ കൊടുക്കുന്നു. Usually AC motors are used in hybrid electric vehicles or electric vehicles for traction, and they are fed by inverter, and this inverter is fed by DC to DC converter. ഈ DC to DC converters unidirectional converters ആകാം, bidirectional converters ആകാം. Unidirectional converters യൂസ് ചെയ്യുന്നത് സെൻസേഴ്സ്, കൺട്രോൾസ്, എൻ്റർടൈൻമെൻറ്റ്, യൂട്ടിലിറ്റി ആൻഡ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സിലൊക്കെ പവർ ചെയ്യുന്നത് യൂണിഡയറക്ഷണൽ കൺവേർട്ടേഴ്സ് കൂടെയാണ്. ദെൻ ബൈഡയറക്ഷണൽ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ബാറ്ററി ചാർജിങ്ങിനും റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനും ബൈഡയറക്ഷണൽ കൺവേർട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബൈഡയറക്ഷണൽ കൺവേർട്ടേഴ്സിൽ പവർ ഫ്ലോ വിൽ ബി ഇൻ ബോത്ത് ഡയറക്ഷൻ. ഇപ്പം വീൽസിനെ ഡ്രൈവ് ചെയ്യണം അങ്ങനെയുള്ള കേസിൽ ബൂസ്റ്റ് ഓപ്പറേഷനാണ് അവിടെ ചെയ്യുന്നത്. അതായത് യൂഷ്വലി ഫ്രം ലോ വോൾട്ടേജ് എൻഡ് ബാറ്ററിയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സൂപ്പർ കപ്പാസിറ്റർ, അൾട്രാ കപ്പാസിറ്റർ അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് ലോ വോൾട്ടേജ് ആണ്. അപ്പോൾ ആ ലോ വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് മോട്ടറിലോട്ട് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ആ മോട്ടറിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആ ഒരു പവർ ഫ്ലോ അത് ബൂസ്റ്റ് ഓപ്പറേഷനാണ്. ഇനി റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുമ്പം പവർ ഫ്ലോ വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം വരുന്നത് ബക്ക് മോഡാണ്. കാരണം നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബാറ്ററിയിൽ ലോ വോൾട്ടേജ് ആണ്. അപ്പോൾ ആ ലോ വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആ മോഡ് ഓഫ് ഓപ്പറേഷനെയാണ് ബക്ക് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺവേർട്ടേഴ്സ് ആണ്. അതായത് ചോപ്പേഴ്സ് ആണ്. ബക്ക് കൺവേർട്ടർ, ബൂസ്റ്റ് കൺവേർട്ടർ ആൻഡ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. ഫസ്റ്റ് വൺ ബക്ക് കൺവേർട്ടർ ആണ്. ബക്ക് കൺവേർട്ടർ ഇസ് എ സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ and produces a lower average output voltage than the DC input voltage. അപ്പം ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ബക്ക് കൺവേർട്ടർ ആണ്. ദിസ് ഈസ് ദ കോൺഫിഗറേഷൻ ഓഫ് എ ബക്ക് കൺവേർട്ടർ. അപ്പോൾ ഇവിടെ രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ കണക്ഷൻ വരുന്നത് വി ഇൻ സപ്ലൈ വോൾട്ടേജ് DC വോൾട്ടേജ് ആണ്. അതൊരു സ്വിച്ചിലോട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡയോഡ്, ഫ്രീ വീലിംഗ് ഡയോഡ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് ലോഡ്. അപ്പം ഫസ്റ്റ് ഓൺ, സ്വിച്ച് ഓൺ സ്റ്റേജ് ആണ്. സ്വിച്ച് ഓൺ. ഈ സ്വിച്ചിനെ ഓൺ ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. ഫ്രം വി ഇൻ ടു സ്വിച്ച്, ദെൻ ത്രൂ ദ ഇൻഡക്ടർ, ദെൻ ടു ദ ലോഡ്. ഇങ്ങനെ ആയിരിക്കും കറണ്ട് ഡയറക്ഷൻ സ്വിച്ച് ഓൺ ടൈമിൽ. അപ്പം ഇൻഡക്ടർ ചാർജ് ചെയ്യും. ഇൻഡക്ടർ പ്ലസ് മൈനസ് അങ്ങനെയുള്ള പൊളാരിറ്റിയിൽ, പ്ലസ് മൈനസ് എന്നുള്ള പൊളാരിറ്റിയിൽ ഇൻഡക്ടർ ചാർജ് ചെയ്യും. അതാണ് സ്വിച്ച് ഓൺ ടൈമിൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. ഇനി അടുത്തത് സ്വിച്ച് ഓഫ് ടൈം. സ്വിച്ച് ഓഫ് ടൈമിൽ ഇൻഡക്ടർ ചാർജ് ചെയ്ത ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. അതുകൂടാതെ ഇതിൻ്റെ പൊളാരിറ്റി അപ്പം റിവേഴ്സ് ആവും. പൊളാരിറ്റി റിവേഴ്സ് ആകുമ്പം ഇങ്ങനെ ആയിരിക്കും ഇൻഡക്ടറിലുള്ള ചാർജ്. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത് ലോഡിൽ കൂടെ ആയിരിക്കും ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക ഡ്യൂറിങ് ഓഫ് സ്റ്റേജ്. ഇപ്പോൾ ബക്ക് കൺവേർട്ടറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെയാണ് വരിക. ഓൺ സ്റ്റേജിൽ സപ്ലൈ വോൾട്ടേജ് ഉണ്ട്. അതായത് ലോഡ് സൈഡിൽ സപ്ലൈ വോൾട്ടേജ് ആണ് കിട്ടുക. ഓഫ് സ്റ്റേജ് ആകുമ്പോൾ അവിടെ വോൾട്ടേജ് ഇല്ല. സോ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് ഓൺ സ്റ്റേജ് വരുമ്പോൾ ഈ വി എസ് തന്നെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വി എസ് ആണ് വരിക. ഓഫ് സ്റ്റേജ് വരുമ്പം ഇവിടെ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനാണ് വരുന്നത്. അപ്പം ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. ഇങ്ങനെയാണ് ബക്കിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. നെക്സ്റ്റ് ബൂസ്റ്റ് കൺവേർട്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബൂസ്റ്റ് കൺവേർട്ടറിൽ ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും ഡയറക്ഷൻ ഇതായിരിക്കും. സോ ഇവിടെ ലോഡ് സൈഡിൽ വോൾട്ടേജ് ഇല്ല. ലോഡ് സൈഡ് വോൾട്ടേജ് 0 ആയിരിക്കും. ഇപ്പോൾ ടി ഓൺ സ്റ്റേജിൽ ഇങ്ങനെയാണ് വരിക. സോ ടി ഓൺ സ്റ്റേജിൽ ഇൻഡക്ടർ ചാർജ് ആവും. ഇൻഡക്ടർ പ്ലസ് മൈനസ് ചാർജ് ആവും. ഇനി അടുത്തത് ടി ഓഫ് സ്റ്റേജിൽ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. അപ്പം ഈ സ്വിച്ച് ഓൺ ആയിരിക്കും. സോ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇൻഡക്ടറിൻ്റെ ചാർജ് മൈനസ് പ്ലസ് ആവും. അപ്പം അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഫ്രം വി എസ്, ദെൻ ഇൻഡക്ടർ, ഡയോഡ്,
ദെൻ ത്രൂ ദ ലോഡ്. അങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്, ടി ഓഫ് സ്റ്റേജിൽ വരുന്നത്. അപ്പം ഈ ലോഡ് സൈഡിൽ വി ഇന്നും വരുന്നുണ്ട്, അതുകൂടാതെ ഈ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്ത് ആ ഒരു വോൾട്ടേജും വരുന്നുണ്ട് ഓഫ് സ്റ്റേജിൽ. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വി എൽ പ്ലസ് വി എസ് ആയിരിക്കും, വി എൽ പ്ലസ് വി എസ് ആയിരിക്കും ടി ഓഫ് ആകുമ്പം. അതായത് സ്വിച്ച് ഓഫ് ആകുമ്പം ബൂസ്റ്റ് കൺവേർട്ടറിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വി എൽ പ്ലസ് വി എസ് ആയിരിക്കും. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഓൺ സ്റ്റേജിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല. ഇനി ഓഫ് സ്റ്റേജ് വരുമ്പം ടി ഓഫ് വരുമ്പം വി എൽ പ്ലസ് വി എസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് ബൂസ്റ്റ് കൺവേർട്ടർ. ആണ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ. ബക്ക് ബൂസ്റ്റിൽ ഒരു പർട്ടിക്കുലർ ഡ്യൂട്ടി റേഷ്യോയ്ക്ക് ബിലോ ആണെങ്കിൽ ബക്കായിട്ട് ആക്ട് ചെയ്യും, ദെൻ ഡ്യൂട്ടി റേഷ്യോയ്ക്ക് എബവ് വരുമ്പോൾ ബൂസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ വരുന്നത്. സോ ഇത്രയുമാണ് ഇലക്ട്രിക് കമ്പോണൻസ് ഇൻ ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾ. താങ്ക് യു.